നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലെ വളരെ പ്രാധാന്യമുള്ള ചില ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. വിശ്വാസത്താലുള്ള രക്ഷ, കൃപയാലുള്ള രക്ഷ, അതിനെക്കുറിച്ച് പൗലോസ്ലീഹ റോമാലേഖനത്തിൽ വിവരിക്കുന്ന ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. അത് അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യന് അവൻ്റെ കർമ്മമാർഗത്തിലൂടെയോ, അല്ലെങ്കിൽ കർമ്മമാർഗത്തിലൂടെ എന്ന് പറയുമ്പം പലതരം ആൾക്കാരെക്കുറിച്ച് 1-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, പ്രകൃതിയിൽ നിന്ന് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം പ്രാപിച്ചവർ, അല്ലെങ്കിൽ ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാർക്ക് ദൈവത്തെ അവർക്ക് മനസ്സിലായതനുസരിച്ച് ദൈവത്തോട് പ്രതികരിക്കാനോ അർത്ഥവത്തായിട്ട് അനുസരിക്കാനോ അവരുടെ ജീവിതത്തിൽ ഇടയായില്ല എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് ഇടയായിട്ട്. തുടർന്ന് അതുപോലെ മനസാക്ഷി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി പ്രമാണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ബുദ്ധിയിൽ ഗ്രഹിച്ചിട്ടുള്ള സദാചാരവാദികൾ, അങ്ങനെയുള്ള വ്യക്തികൾക്കും അതെല്ലാ മതവിഭാഗങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നവരെല്ലാം ഉൾക്കൊള്ളിച്ച് നമുക്ക് പറയാൻ കഴിയും. മനസ്സുകൊണ്ട് ചില ആശയങ്ങളെ താലോലിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രായോഗിക ജീവിതത്തിൽ അവർക്കും അത് നിവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും, എന്ന് മാത്രമല്ല അതിനോട് ചേർന്ന് തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മതനിയമങ്ങളെ പിൻപറ്റുന്നവർക്കും ദൈവത്തിൻ്റെ നീതിയുടെ നിലവാരത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, എല്ലാ വായും അടഞ്ഞ് സകലവും ദൈവസന്നിധി ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന പൗലോസ് അവിടെ തെളിയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസ് ഇതുപോലെ തന്നെ വേറൊരിടത്ത് റോമാലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം എല്ലാവരോടും കരുണ കാണിക്കേണ്ടതിന് എല്ലാവരെയും അന്യസ്തരണത്തിന് കീഴെ അടച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നത് പോലെ, എല്ലാവർക്കും സൗജന്യമായ കൃപ നൽകാനായിട്ട്, ഒരുപക്ഷെ മനുഷ്യർ തമ്മിൽ ചെറിയ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരോടും കൃപ കാണിക്കേണ്ടതിന് വേണ്ടി എല്ലാവരും പാപികളായി തീർന്നു എന്ന് വിധിക്കുകയും, എന്ന് മാത്രമല്ല യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായ രക്ഷയും നീതീകരണവും നമുക്ക് നൽകാൻ ആഗ്രഹിച്ചിട്ട് ദൈവം ഇപ്രകാരം ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വളരെ അടുക്കും ചിട്ടയോടും കൂടെ അദ്ദേഹം അത് പറഞ്ഞു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുകളിലായിട്ട് എനിക്കൊന്നും പറയാനിട്ടില്ല. അതിനോട് ചേർന്ന് മാത്രം ചില കാര്യങ്ങൾ പറയാനായിട്ട് മാത്രമേ ഉള്ളൂ. അത് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞ് നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ ബൈബിൾ സ്റ്റഡിയിൽ സാധാരണഗതി പല ട്രാൻസ്ലേഷൻ ബൈബിളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് ഞാൻ വായിക്കുന്നത് POC ബൈബിളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അത് കുറച്ചുകൂടെ മനസ്സിലാകുന്ന നിലയിൽ അത് എഴുതപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് പ്രഭാതത്തിൽ അതെടുത്ത് വായിക്കാനായിട്ട് ഇടയായിത്തീർന്നു. നീതീകരണം വിശ്വാസത്തിലൂടെ എന്നാണ് ഈ 3-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾക്ക് തലക്കെട്ടായിട്ട് POC ബൈബിളിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ 21-ാം വാക്യം മുതൽ വായിക്കുന്നു. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൻ്റെ ഉള്ളിൽ അത് 2 വാക്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ന്യായപ്രമാണത്താൽ അല്ലാത്ത ദൈവനീതി തന്നെ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് പ്രവാചകന്മാരും ന്യായപ്രമാണവും സാക്ഷ്യം പറയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ POC ബൈബിളിൽ അത് 2 വാക്യങ്ങളും കൂടെ ഒന്നിച്ചു ചേർത്ത് ആശയത്തിന് വ്യത്യാസമില്ലാതെ തന്നെ അവിടെ പറഞ്ഞേക്കാണ്. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കൃപയെക്കുറിച്ച് ചില പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കാര്യം വെളിപ്പെട്ടു, ഇത് തങ്ങൾക്ക് വേണ്ടിയല്ല, അത് നമുക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടി അത്രേ എന്ന് അത് വെളിപ്പെട്ടു. അതിന് യേശുക്രിസ്തുവിന് ഉണ്ടാകുന്ന കഷ്ടങ്ങളെക്കുറിച്ചും പിൻവരുന്ന മഹിമയെക്കുറിച്ചും അവർ സാക്ഷീകരിച്ചു എന്നുള്ള വിധത്തിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഭാവിയിൽ വെളിപ്പെടാനുള്ള ഒരു ദൈവകൃപയാണ് ഇത്. ആ കൃപയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ
പൗലോസ് യഹൂദന്മാരുടെ അടുത്ത്, ഇവിടെ മാത്രമല്ല അപ്പോസ്തല പ്രവർത്തികളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, യഹൂദന്മാരുടെ സിനഗോഗിലും മറ്റും കടന്നുപോയി ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ, പല സ്ഥലത്തും ശനിയാഴ്ചകളിൽ കടന്നു പോകുമ്പോൾ ആരും ഗസ്റ്റായിട്ടൊക്കെ വന്നിട്ടുള്ളവർക്ക് അവിടെ പ്രസംഗിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒക്കെ പൗലോസ് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ കർത്താവിന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരും അരുളി ചെയ്തിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഈ യേശു ആണ് ആ പറയപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് അവിടെ ഒക്കെ അവർ സാക്ഷീകരിച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അത് എപ്പോഴും യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെ എഴുത്തുകളുടെയും പിൻബലത്തിലും അതിന്റെ സപ്പോർട്ടിലുമാണ് അത് അവരിത് ചെയ്തിട്ടുള്ളത്. കർത്താവും ഉയർത്തെഴുന്നേറ്റ ശേഷം ഞാൻ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ വിളിച്ച് എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും വലിയ ആത്മീയ ശുശ്രൂഷകളൊന്നും അല്ല കർത്താവ് നടത്തിയത്. അവരോട് ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കർത്താവ് തെളിയിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ വചനത്തിലുള്ള ആ നിർണയവും ആ ആഴമായ ഒരു ഡീപ്പ് കൺവിക്ഷനിലേക്ക്, ഡീപ്പ് നോളജിലേക്ക്, അല്ലെങ്കിൽ ഒരു വെളിപ്പാടിലേക്കാണ് ദൈവം അവരെ നടത്തിയത്. അതാണ് പല കൊടുങ്കാറ്റിലും അവരുടെ വിശ്വാസം ആടിയുലയാതെ കാത്തത്. നമ്മുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ ചില വൈകാരിക അനുഭവങ്ങളിലേക്ക് മാത്രമല്ല, നമ്മൾ പാടണം, ഡാൻസ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം, ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അത് എപ്പോഴും ദൈവവചനത്തിന്റെ ആഴമായ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ ആത്മീയ വർധനയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും അത് കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നു. ഞാൻ ഇന്ന് അതിൽ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒത്തിരി പേര് പറയുന്ന ഒരു ഭോഷ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് മരിച്ചിരിക്കുന്നു, ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ആരും ചെയ്യേണ്ട കാര്യമില്ല, നമ്മളെല്ലാവരും ഒരുപോലെ അങ്ങ് വിശ്വാസികളായി തീർന്നു, ലോകത്തിലുള്ളവരെല്ലാം എല്ലാവർക്കും അത് ബാധകമാണ്, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അവർക്കെല്ലാം അത് കരഗതമായിരിക്കുന്നു എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനം നമുക്ക് ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ക്ലബ് ഹൗസുകളിലും അതുപോലുള്ള വിവരണങ്ങൾ, അതാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്ന സത്യം. പലപ്പോഴും അത് ആ നിലയിൽ പറയാറില്ലെങ്കിൽ തന്നെ. അപ്പോൾ ഇവിടെ ഈ POC ബൈബിൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട്, അത് നമ്മൾ വായിക്കുന്ന ബൈബിളിലും ഉണ്ട്, വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്, 22-ാം വാക്യം. ഈ ദൈവനീതി, ഇങ്ങനെ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, 22-ാം വാക്യത്തിൽ 2 പ്രാവശ്യമാണ് പറഞ്ഞേക്കുന്നത്, അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അപ്പൊ വിശ്വസിക്കുന്നവനാണ് അത് ലഭിക്കുന്നത്. 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വിശ്വസിക്കുന്ന ഏവനും. അപ്പോൾ അതിന് ദൈവം ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ കർത്താവ് ക്രൂശിതനായ ശേഷം അത് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഒരുപോലെ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നില്ല. അത് എൻ്റെ പേർക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യേശു യാഗമായി തീർന്നത് എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്നൊരു കണ്ടീഷൻ ഇവിടെ മാത്രമല്ല, സുവിശേഷം പറയപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും. നമ്മൾ ഒരുപക്ഷെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അത് ലഭിക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ പിന്നെ യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ ഈ നാട് മുഴുവൻ കടന്നുപോയി കഷ്ടത അനുഭവിച്ച് രക്തസാക്ഷികളായി ഈ സുവിശേഷം പ്രസംഗിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് തങ്ങൾ പാപികളാണെന്നും തങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ അവർക്ക് രക്ഷ നേടാൻ കഴിയുകയില്ല എന്നും ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഏക വഴി ക്രിസ്തുവാണെന്നും അവൻ എനിക്ക് പ്രായശ്ചിത്തമായി പകരമായിട്ട് മരിച്ചു എന്നും വിശ്വസിക്കുന്നവർക്ക് ഈ ദൈവനീതി ലഭിക്കുന്നു എന്ന് നമ്മളവിടെ കാണുകയാണ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ജസ്റ്റ് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിനുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഈ 23-ാം വാക്യത്തിൽ എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്നൊക്കെ നമ്മൾ ഇതേ ഭാഗത്ത്, എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും പാപികളായി തീർന്നു, ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അവരകന്നുപോയി. നമ്മുടെ ഇതിൽ വായിക്കുന്നത്
3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുക. എന്നാൽ 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പം ഒരു ഗോൾഡൻ വേഴ്സായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ കർത്താവ് നീതീകരിക്കുന്നതിൻ്റെയും ദൈവമക്കളാക്കി തീർക്കുന്നതിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള പല പദങ്ങൾ അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. അത് ഓൾറെഡി മത്താനോ പാസ്റ്റർ അത് വിശദീകരിച്ചു. അതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. അവർ അവിടുത്തെ കൃപയാൽ, അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ കൃപയാൽ എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ വ്യാപ്തിയാണ്. ഈ കൃപയാൽ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എത്രമാത്രം വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നോ അത്രമാത്രം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ശക്തിയുള്ളവരായിട്ടും ദൈവാശ്രയമുള്ളവരായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിട്ടും നമ്മൾ വളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. കാരണം ഇതേ ഭാഗത്ത് തന്നെ നമ്മൾ പിന്നെ കാണുന്നുണ്ട്, ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് നമ്മൾ ഒരു 1000 രൂപ കൂലി കൊടുക്കുക. ആ കൂലി കൊടുത്തിട്ട് പറയുക, എന്നാ ഇന്ന പേര് വിളിച്ചിട്ട് പറയുക, നിങ്ങളിത് വെച്ചോ, ഞാനിത് വെറുതെ തരുന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സമ്മതിക്കുക. കാരണം അദ്ദേഹം പറയും, ഞാൻ ഈ ഇത്രയും പകൽ മുഴുവൻ പണിയെടുത്തത് ഈ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ 1000 രൂപ തരുന്നത്. അത് നിങ്ങളുടെ കൃപയാൽ തരുന്നതല്ല. അതേസമയം നമുക്ക് കാണാനായിട്ട് കഴിയും, ഒരാളെ വിളിച്ച് വെറുതെ നമ്മൾ കൊടുക്കുക, ഒരു 1000 രൂപ കൊടുത്താൽ അതിനെ കൃപ എന്ന് പറയുക. ഒരുപക്ഷെ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നൽകപ്പെടുന്ന അംഗീകാരത്തിനെയാണ് കൃപ എന്ന് പറയുന്നത്. അൺമെറിറ്റഡ് ഗിഫ്റ്റ് എന്ന് കൃപയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഒരു ഗ്രേസ് എന്ന് പറയുന്ന വാക്കിന് ഒരു വിശദീകരണം ഒരു ദൈവദാസൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. യേശുക്രിസ്തുവിനെ പകരമായി കൊടുത്തിട്ട് എനിക്ക് ദൈവം നേടിത്തന്ന ദൈവത്തിൻ്റെ സമ്പത്ത്, യോഗ്യതയില്ലാത്ത എനിക്ക് യേശുക്രിസ്തുവിനെ പകരമായി കൊടുത്ത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിലൂടെ താൻ പാപപരിഹാരമായി മരിച്ചതിലൂടെ ദൈവം എനിക്ക് സൗജന്യമായി നൽകുന്ന നീതി, അല്ലെങ്കിൽ സൗജന്യമായി തരുന്ന അംഗീകാരം. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അതവിടെ കിടക്കുവോ എന്ന് സാധാരണ നമ്മൾ പറയുന്ന ഒരു ചൊല്ല. എന്ന് പറയുന്നത് പോലെ പാപത്തെ സ്നേഹിച്ച് പാപത്തിൽ ജീവിച്ച് പാപം മാത്രം ചെയ്ത് പാപത്തിന് അടിമകളായി ജീവിച്ചിരുന്ന നമ്മളെക്കുറിച്ച് ഈ ലോകവും പിശാചും പറഞ്ഞിരുന്ന ഒരു കാര്യം, അവനൊരിക്കലും ഗുണം പിടിക്കത്തില്ല, അവനൊരിക്കലും നേരെയാവത്തില്ല, നായയുടെ വാല് കുഴലിലിട്ടതുപോലെ ആവത്തുള്ളൂ, അല്ലെങ്കിൽ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അതവിടെ കിടക്കുമോ എന്ന് പറയുമ്പോൾ, സർവശക്തനായ ദൈവം യേശു കർത്താവ് ദൈവസന്നിധിയിൽ പറയുന്നത് അതെ, ഈ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അതവിടെ കിടക്കുമോ എന്ന് പറയുന്ന ഈ അട്ടകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ഞാൻ കൊടുക്കുക. എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ സ്നേഹമുഖാന്തരം അവർ രൂപാന്തരപ്പെടും, അവരുടെ ജീവിതം വ്യത്യാസപ്പെടും, പാപത്തെ സ്നേഹിക്കുന്ന അനുഭവം വിട്ടിട്ട് അവർക്ക് നീതിയെ സ്നേഹിക്കാനും എൻ്റെ മക്കളായിട്ട് തീരാനും അവർക്ക് കഴിയും എന്നുള്ള കോൺഫിഡൻസോടുകൂടെ ഞാൻ അവർക്ക് വേണ്ടി പെടുന്ന ഈ പാടും അവർക്ക് വേണ്ടി ചൊരിയുന്ന രക്തവും ഒരിക്കലും വൃഥാവായി പോകത്തില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ നമ്മളെ മുൻകണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഈ തന്നെ ബലിയായിട്ട് കാൽവരി ക്രൂശിൽ അർപ്പിച്ചു. നോക്കിയാട്ടെ, അവിടെ പറയുന്നത് കൃപയാൽ അഡ്മെറിറ്റഡ്, അസ്ഥാനത്ത് നൽകപ്പെട്ട ഒരു അംഗീകാരം, അസ്ഥാനത്ത് നൽകപ്പെട്ട ഒരു അംഗീകാരം. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് പറയുക വിശുദ്ധനായ ജയ്ദീപ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പറയുന്ന ഞാനൊന്ന് ആദ്യം ഞെട്ടും. കാരണം ദൈവമേ, അങ്ങനെ വിശുദ്ധനായൊരു ജയ്ദീപ് എന്ന് വിളിക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് പെട്ടെന്ന് എൻ്റെ മനുഷ്യത്വത്തിൽ ഞാൻ വിചാരിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നീതി എൻ്റെ നീതിയായി തീർന്നതിലൂടെ വളരെ ധൈര്യത്തോടുകൂടെ എനിക്ക് പറയാനായിട്ട് കഴിയും, യേശുക്രിസ്തുവിൽ ഞാനൊരു വിശുദ്ധനാണ്, എൻ്റെ പാപങ്ങൾ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എന്നെ ദൈവം അംഗീകരിക്കുന്നത് യേശുക്രിസ്തു എങ്ങനെ നീതിമാനും വിശുദ്ധനുമാണോ അതേപോലെ നീതിമാനും വിശുദ്ധനുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ യേശുക്രിസ്തുവിലൂടെ ദൈവം എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു അതിശയോക്തി അല്ല എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, അവന്റെ കൃപയാൽ, ഈ വാക്ക് വളരെ വ്യക്തമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. യോഗ്യത ഒന്നുമല്ല കർത്താവേ, യോഗ്യത ആയിട്ടൊന്നും പറയാനില്ല, കൃപയാൽ എന്ന് ഞാനത് എംഫസൈസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കും. അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ, അതിന് മനോഹരമായൊരു കഥ മത്താനോ പാസ്റ്റർ പറഞ്ഞു, ആ കഥ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ വീണ്ടെടുപ്പ്
അന്യാധീനപ്പെട്ടു പോയ ഒരു കാര്യത്തെ മടക്കി കൊണ്ടുവരുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അടിമ വ്യാപാരങ്ങളൊക്കെ നടന്നിരുന്ന കാലത്ത് അതിനോട് ചേർന്ന ഒരു പദമായി വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഒരു അടിമ അല്ലെങ്കിൽ വേറൊരാളിന്റെ അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയെ പണം കൊടുത്ത്, ദ്രവ്യം കൊടുത്ത് ആ വ്യക്തിയെ വിലയ്ക്ക് വാങ്ങുന്ന രീതികളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവകാശപ്പെട്ടിരുന്ന ഒരു വ്യക്തി അന്യാധീനപ്പെട്ടു പോകുമ്പോൾ പണം കൊടുത്തൊരു വില കൊടുത്ത് ഞാൻ ആ വ്യക്തിയെ മടക്കി കൊണ്ടുവരുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. പഴയ നിയമം വായിച്ചു നോക്കുമ്പോൾ പല സ്ഥാനത്തും നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് കൃപയാൽ ഒരു വീണ്ടെടുപ്പാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. കാരണം എന്നെ ദൈവം അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെങ്കിലും പാപനിമിത്തം ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയ ആ ഒരു അനുഭവത്തിൽ, പാപനിമിത്തം അന്യാധീനപ്പെട്ടു പോയ എന്നെ തൻ്റെ ജീവൻ കൊടുത്ത്, തൻ്റെ നീതിയുള്ള രക്തം കൊടുത്ത്, പാപമില്ലാത്ത രക്തം കൊടുത്ത് അവൻ എന്നെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വലിയൊരു ടേം. മൂലഭാഷയിൽ അതിന് പല പദങ്ങൾ, പല സാഹചര്യങ്ങൾ, വലിയ ഒരു അർത്ഥമുള്ള ഒരു ഇതാണെന്ന് തിയോളജി പുസ്തകങ്ങൾ പരിശോധിച്ചപ്പം മനസ്സിലാക്കാനും സാധിക്കും. അതിലേക്കൊന്നും ഞാൻ പോവുകയല്ല ചെയ്യുന്നത്. എന്നാൽ അന്യാധീനപ്പെട്ടു പോയ എന്നെ വീണ്ടെടുത്ത് ആ അനുഭവം, അതുകൊണ്ട് ഞാൻ ജോഷുവ പാസ്റ്റർ എഴുതിയ പാട്ട് ഞാൻ പാടാനാണ്. എൻ്റെ രക്ഷിക്കപ്പെട്ട നാളുകൾ എൻ്റെ ഒരു ഹരമായിരുന്ന ഒരു പാട്ടായിരുന്നു. കാരണം വീണ്ടെടുപ്പുമായത് ഓർത്ത് നന്ദിയാ. കാരണം എന്നെ സ്വർഗീയനോട് എന്നെ ഇണച്ച് തൻ്റെ ജീവൻ മൂലമായി തൻ പുത്രനാക്കി തീർത്തു. നീ എൻ്റെ ജ്ഞാനം, നീതി, വീണ്ടെടുപ്പ്, ശുദ്ധീകരണം എന്ന് പറയത്തക്കവണ്ണം യേശു എൻ്റെ സ്വന്തമായിട്ട് തീർന്നു. നോക്കിയാട്ടെ, വീണ്ടെടുപ്പ് അവൻ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി, അതും പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, സൗജന്യമായി. കൃപ സൗജന്യമായിട്ടല്ലെങ്കിൽ കൃപയല്ല. അസ്ഥാനത്ത് അയോഗ്യതയിൽ നൽകപ്പെടുന്ന അംഗീകാരം അത് സൗജന്യമായി. ദൈവമേ, എനിക്ക് രക്ഷയിലേക്ക് വരാൻ ഒരു വഴിയുമില്ല, എൻ്റെ പ്രവൃത്തിയിലൂടെ കഴിയത്തില്ല, എൻ്റെ ഏതെങ്കിലും രീതിയിലൂടെ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ദൈവം തന്നെ കർത്താവ് ഇനീഷ്യേറ്റ് ചെയ്യുകയും കർത്താവ് എന്നിൽ അവൻ്റെ ദയ കൊണ്ട് എന്നെ ആക്കി തീർക്കുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് ഞാനും കർത്താവും കൂടെ ഒരു എഗ്രിമെന്റ് ചെയ്തതല്ല. കർത്താവ് ഏകപക്ഷീയമായിട്ട് അവൻ പാപത്തിലായിരുന്ന എന്നെ അവൻ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഒരു വില കൊടുത്ത് എന്നെ വീണ്ടെടുത്ത് അവൻ എന്നെ മകനാക്കി തീർത്ത് അവൻ വെച്ചിരിക്കും. അങ്ങനെ അവൻ്റെ വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. നമുക്കറിയാം നീതീകരണം എന്താണെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം നീതീകരിക്കുന്ന പണിയാണ്. നമ്മുടെ നാക്കിലൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒരു 75% നമ്മുടെ വാക്കുകൾ നമ്മളെ നീതീകരിക്കാൻ വേണ്ടി, അത് ഭക്തി മാർഗത്തിലാവട്ടെ, ലോകപ്രകാരമുള്ള ജോലിയിലോ മറ്റുള്ള വിഷയങ്ങളിലാകട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി നമ്മളെ തന്നെ നീതീകരിക്കുക. ഈ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഉള്ള ഉത്തരവാദിത്വം എനിക്കില്ല. നല്ലത് വല്ലതും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. തെറ്റായ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഒന്നുകിൽ എൻ്റെ ഭാര്യയുടെ മേത്ത്, അല്ലെങ്കിൽ മക്കളുടെ മേത്ത്, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മേത്ത്, ചുറ്റുമുള്ള ആൾക്കാരുടെ മേത്ത് ആരോപിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി. അതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത് ഞാൻ തെറ്റുകാരനാണെങ്കിലും ഞാൻ തെറ്റുകാരനല്ല എന്ന് നമ്മുടെ വാക്കുകളിലൂടെയും വാദങ്ങളിലൂടെയും സ്ഥാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഇതിന് ശ്രമിക്കുന്നത്. സ്വയം നീതീകരിക്കാൻ നമ്മൾ പറയാറുണ്ട്, വീണെടുത്ത് കിടന്ന് ഉരുളാതെ എന്നൊക്കെ പറഞ്ഞ ലോക്കൽ യൂസേജുകൾ പലതുമുണ്ട്. കാരണം വീണെടുത്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ചെറിയൊരു പങ്ക് എനിക്കും ഉണ്ട് അതിൽ, അല്ലെങ്കിൽ ഇന്ന ഒരു പല വിഷയങ്ങളിൽ ചെറിയ ഒരു ഇതെനിക്കുണ്ട്. എന്നാലും അത് മറച്ചു വെച്ചിട്ട് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാനാണ് കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ പലപ്പോഴും നമ്മൾ ശ്രമിക്കുക. അപ്പം നീതീകരണം എന്താണെന്ന് ഉള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു കോളേജ് പ്രൊഫസർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുന്ന സ്റ്റുഡൻസിൻ്റെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ഒരു അനുഭവം പറഞ്ഞു. ഈ നീതീകരണത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ ഈ ഉദാഹരണം പ്രസ്താവിച്ചിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് അവിടെ കാണാം. എൻ്റെ ചില പ്രസംഗങ്ങളിൽ അതവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്, കൊച്ചു കുഞ്ഞായിരിക്കുന്ന ഒരു സമയത്ത്, ആലപ്പുഴയിലായിരുന്നു അദ്ദേഹത്തിന് ജനിച്ചു വളർന്നത്. അപ്പോൾ കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത്, പണ്ട് ഈ പേഴ്സൊന്നും ഇല്ലാത്ത കാലത്ത് മടിശീല എന്ന് പറയുന്ന ഒരു സംഭവമുള്ളത്. അങ്ങനെ ഈ കോലൈസ്, ഈ നമുക്കറിയാമല്ലോ അന്നത്തെ സ്കൂളിലുള്ള വലിയൊരു അട്രാക്ഷനായി ഈ ഐസ് കാൻഡി എന്ന് പറയുന്ന കളർ ഒരു
നീല, അല്ല പച്ച, ചുവപ്പ്, മഞ്ഞ, ഇങ്ങനെയുള്ള കളറുകളിലൊക്കെ വരുന്ന ഐസ് ക്യാൻഡി എന്ന് പറയും, കോലൈസ് എന്നും പറയും. അപ്പം ഇത് മേടിച്ച് തിന്നാൻ വേണ്ടി അച്ഛൻ്റെ മടിശീലയിൽ നിന്ന് ഒരു 50 പൈസ അദ്ദേഹം മോഷ്ടിച്ചിട്ട് ആരും അറിയാതെ അന്ന് പോയി കൂട്ടുകാരും ഒക്കെ കൂടെ വയറ് നിറച്ച് ഐസ് ക്യാൻഡി തിന്നു. ഐസ് ക്യാൻഡി വെള്ളമാണെന്ന് നമുക്കറിയാം, വയറ് നിറയാനൊന്നും പോകുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഐസ് ക്യാൻഡിയൊക്കെ തിന്ന് മുഖമൊക്കെ തുടച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അദ്ദേഹം വീട്ടിൽ വന്നപ്പോഴേ അമ്മ കയ്യോടെ പിടിച്ചു. കാരണം അന്ന് 50 പൈസ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എമൗണ്ടാണ്. ഇന്നത്തെ കാലം പോലെ 50 പൈസ ഇന്ന് പിച്ചക്കാരൻ പോലും എടുക്കുകയില്ല. എന്നാൽ അന്ന് അങ്ങനെയല്ല. അപ്പൊ അമ്മ കയ്യോടെ, നീ അച്ഛൻ്റെ മടിശീലയിൽ 50 പൈസ എടുത്തല്ലേ, ആഹാ, ഇന്ന് അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അമ്മ അദ്ദേഹത്തോട് പറയാനിടയായിത്തീർന്നു. അദ്ദേഹത്തിന് ഇന്ന് വളരെ വയസ്സുണ്ട്, 70-75 വയസ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവമാണ്, 70 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അയ്യോ, ഞാനിത് ആരും അറിയാതെ ചെയ്തെങ്കിലും പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള ഇതിൽ വീട്ടിലെ ഇളയ മോനാണ്, അടി കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു കമ്പിളിയൊക്കെ എടുത്ത് പുതച്ച് പനി വന്നതായിട്ട് അഭിനയിച്ച് അദ്ദേഹം ഇങ്ങനെ കിടന്നു. അപ്പം രാത്രിയായപ്പം പിതാവ് ഇങ്ങനെ വരുന്ന ഒരു സൗണ്ട്, കാലടികൾ പതിയുന്ന സൗണ്ട് അദ്ദേഹം കേട്ടു. ഇപ്പം അടികൊള്ളും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം വന്ന് വീട്ടിൽ കയറി വർത്താനം പറയാൻ തുടങ്ങിയ ഉടനെ അമ്മ കുറ്റപത്രം സമർപ്പിച്ച്, നിങ്ങളുടെ മോൻ ഇന്ന് എന്താ ചെയ്തതെന്ന് അറിയാവോ? എന്തുവാ ചെയ്തേ? അവൻ ഇതിനതുപോലെ മടിശീലേക്കുള്ള ഇന്ന് 50 പൈസ എടുത്തുകൊണ്ട് പോയി വയറ് നിറച്ച് ഐസ് ക്യാൻഡിയൊക്കെ തിന്ന് അവനും കൂട്ടുകാരും തിന്നിട്ട് കിടക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അടി വീഴും, അവൻ എന്ത് ചെയ്യും? അവൻ അവിടെ മൂടിപ്പതിച്ച് കിടപ്പുണ്ടെന്ന്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവനവിടെ അവൻ ചെയ്തത് അറിയാവോ, ഇങ്ങനെ അവൻ ചെയ്തതെന്ന് പറഞ്ഞു. എന്നാൽ തുടർന്ന് കേട്ട വാക്കുകൾ അദ്ദേഹത്തിന് ഒരിക്കലും ജീവിതത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, അമ്മയുടെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ നീ പറഞ്ഞതെന്ന് നിനക്കറിയാവോ? അവൻ എൻ്റെ മോനാ, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഈ പിതാവിനത് മനസ്സിലായി. എന്നാൽ തന്നെ പിതാവ് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് സ്നേഹം കൊണ്ടോ മോനെ തല്ലുന്നതിനുള്ള വിഷമം കൊണ്ടോ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ തെളിവുകൾ നിരത്തി അമ്മ പറഞ്ഞു, അങ്ങനെയാണോ, ഇന്നലെ കൊണ്ടുവച്ച ഇത്ര രൂപ അല്ലേ, അത് ഇത്ര ഇതിന് കുറവുണ്ട്, ഇനി നീ ഒരു വാക്ക് മിണ്ടരുത്, അവൻ എൻ്റെ മോനാ, അവൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന്. അതോടുകൂടി ആ സംഭാഷണം അവിടെ തീർന്നു. പിന്നെ ഈ സാറ് എന്നെ കണ്ടപ്പോൾ പറയും, അന്ന് എന്നെ തല്ലിയിരുന്നെങ്കിലും എനിക്ക് അത്രയും വിഷമം ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ ഞാനത് ചെയ്തിട്ടും എൻ്റെ പിതാവ് ഞാൻ ചെയ്തതായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ പിതാവ് എന്നെ ഒരു സത്യസന്ധനായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടപ്പോൾ പിന്നെ ഇതുപോലുള്ള തിന്മകളിലേക്ക് ഒരിക്കലും പോകാനായിട്ട് എനിക്ക് ഇടയായില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം പലയിടത്തും ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. എനിക്ക് നീതീകരണം എന്ന് തോന്നുമ്പം വായിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു സംഭവം. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക, നമ്മൾ തെറ്റുകാരായിരുന്നിട്ടും സ്വർഗത്തിലെ പിതാവ് വലിയ വായിൽ നമ്മളെക്കുറിച്ച് പറയുക, അവൻ തെറ്റുകാരനല്ല, ഞാൻ അവനെ തെറ്റുകാരനായി കാണുന്നില്ല. യേശു ക്രിസ്തു മുഖാന്തരം, എൻ്റെ പുത്രനായ യേശു അവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത് അവരുടെ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് അവനെ ഞാൻ ഒരിക്കലും തെറ്റുകാരനായിട്ട് കാണുന്നില്ല. എൻ്റെ പുത്രനായ യേശു എത്രമാത്രം നീതിമാനാണോ, എത്രമാത്രം വിശുദ്ധനാണോ, അതുപോലെ ഒരു വിശുദ്ധനായിട്ടാണ് നീ കുറ്റം ചുമത്തുന്ന ഇന്നയാളെ ഞാൻ കാണുന്നത് സാത്താനെ എന്നാ ദൈവത്തിന് പറയാനുള്ളത്. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം, മറ്റു പലരെ കുറിച്ചും അറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന, ദൈവസന്നിധിയിൽ നമ്മളെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളെ നീതീകരിക്കുന്നു എന്ന് പറയുമ്പം ഈ പറഞ്ഞ പിതാവ് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ വലിയവായിൽ ദൈവപുത്രന്മാർ നിൽക്കാൻ വന്നപ്പം സാത്താനോട് ചോദിച്ചതുപോലെ ഇന്ന് പകൽക്കാലവും ദൈവത്തിന് ചോദിക്കാനുള്ളത്, ഞാൻ തെരഞ്ഞെടുത്ത, ഞാൻ നീതീകരിച്ച, യേശുക്രിസ്തു മുഖാന്തരം വിളിച്ച ഇന്ന വ്യക്തി, അവനെ ഞാൻ കാണുന്നത് എൻ്റെ പുത്രനായ യേശുവിൻ്റെ ആ നീതിയുടെ വസ്ത്രം അവൻ ധരിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ ആ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ വിശുദ്ധനായിട്ടാണ് ഞാൻ അവനെ കാണുന്നത് എന്ന് സ്വർഗം നമ്മളെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയധികം ദൈവത്തെ അവൻ്റെ വിശുദ്ധിയിലും അവൻ്റെ കൃപയിലും പിൻപറ്റാനും കാരണം സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് അവൻ നമ്മളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. നമ്മൾ വിശുദ്ധരായതല്ല, നമ്മളെ യേശുക്രിസ്തുവിന്റെ നീതി മുഖാന്തരം യേശുക്രിസ്തുവിലൂടെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ വിശുദ്ധിയുള്ള വ്യക്തികളായിട്ട് അവൻ നമ്മളെ കാണുന്നു എന്നുള്ളത്
എത്രമാത്രം നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നോർക്കുമ്പോൾ, ഈ നീതീകരണത്തിന് നമ്മുടെ വിശ്വാസ ജീവിതം അടിസ്ഥാനപ്പെട്ടില്ലെങ്കിൽ, ഇന്ന് പല ദൈവമക്കളെയും ഞാൻ കാണാറുണ്ട്, അവരൊക്കെ ദൈവത്തിന് വേണ്ടി ഏതാണ്ട് വലിയൊരു ഉപകാരം ചെയ്ത പോലെ അവരുടെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ, അവർ ചെയ്ത ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവരെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് വലിയൊരു നഷ്ടമായി പോയേനെ എന്നുള്ളൊരു നിലയിൽ അവർ കാര്യങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ സ്നേഹിച്ചു, യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ തെരഞ്ഞെടുത്തു, അവൻ മുഖാന്തരം നമ്മളെ നീതീകരിച്ചു, അവന് നമ്മളെ തേജസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നുണ്ടായ ഏറ്റവും വലിയൊരു ആക്ട് ഓഫ് മേഴ്സി, ഒരു സ്നേഹത്തിന്റെ വലിയൊരു പ്രവർത്തനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും, ഈ കൃപയിലല്ലാതെ വേറെ എങ്ങും പ്രശംസിക്കാനില്ലാതെ വണ്ണം പൗലോസ് പറയുന്ന പോലെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവൻ ആ ലോകം എനിക്കും, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എത്ര അന്വർത്ഥമായിട്ട്, നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു നിലയിലുള്ള സ്നേഹവും കൃപയുമാണ് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്നത്. ഈ നീതീകരിക്കുക എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു വാക്യം കാണാതെ പഠിക്കുന്ന എഫർട്ടൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി ദൈവം കൊടുത്ത വിലയെന്ന് പറയുന്നത് വളരെ വലിയൊരു വിലയാണ് കൊടുക്കും. നമ്മൾ വീണ്ടെടുപ്പെന്ന് നമ്മൾ വായിച്ചല്ലോ, ആ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവരുടെ രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ പുത്രനെങ്കിലും എന്ന് പറയുമ്പോൾ ഓർക്കണം, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തിന് ലാക്കും കാരണഭൂതനുമായിരിക്കുന്നവൻ, ആ പുത്രനെ കുറിച്ചാണ് ഈ പറയുന്നത്. പുത്രൻ എങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ രക്ഷിക്കുന്ന, തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട്, അല്ലെങ്കിൽ അവരുടെ നായകന് രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, സൃഷ്ടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് അത് ഒരു വലിയ കാര്യം തന്നെ. ദൈവം സൃഷ്ടിച്ചു, സകലവും ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ എന്നൊക്കെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആ മാച്ച്ലെസ് ആയിട്ടുള്ള ദൈവത്തിന്റെ ആ പവർ കൊണ്ട്, ദൈവത്തിന്റെ നമ്മൾ 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, ഈ അത്യന്ത ശക്തി കൊണ്ട്, ഓൾ സർപ്പാസിങ് പവർ കൊണ്ട് ദൈവത്തിന് ഈ ക്രിയേഷൻ പോസിബിൾ ആയിരുന്നു. അത് ദൈവം അത് ചെയ്തു. തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിലും അവൻ നമ്മളെ സൃഷ്ടിച്ചു. എന്നാൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, വീണ്ടെടുപ്പെന്ന് പറയുന്നത് ഈ സൃഷ്ടി പോലെ അത്ര എളുപ്പമായിരുന്നില്ല എന്ന് പറയുമ്പം നിങ്ങൾ വേറൊരു നിലയിൽ അത് എടുക്കരുത്, ഞാൻ പറയുന്ന നിലയിൽ മാത്രമേ അത് കാണാവൂ. ഈ വീണ്ടെടുപ്പെന്ന് പറയുമ്പം നമ്മൾ അവിടെ കാണുന്നത് ആ ജയദീപിന്റെ മേലുള്ള പാപം നീങ്ങിപ്പോകട്ടെ എന്ന്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതുകൊണ്ട് നടന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ തൻ്റെ ആ സർവശക്തനായ ദൈവത്തിന് തൻ്റെ ഒരു കൽപ്പന മുഖാന്തരം മാത്രം നിവർത്തിച്ച ഒരു കാര്യമല്ല അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വീണ്ടെടുപ്പിന് വേണ്ടി ഈ സൃഷ്ടിതാവായ ദൈവം തന്നെ, നമ്മളെ ആര് മുഖാന്തരം സൃഷ്ടിച്ചോ അവൻ തന്നെ ഈ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിൽ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്ന ഒരു അനുഭവം അതിന്റെ പിറകിലുണ്ട്. ഒരു വാക്കുകൊണ്ട് മാത്രം നടന്ന ഒരു കാര്യമല്ല. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി നമ്മുടെ നിത്യരക്ഷയ്ക്ക് അവൻ കാരണഭൂതനായി തീർന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ഏകയാഗ മുഖാന്തരം അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയും. എന്തൊരാഴമുള്ള ഒരു വീണ്ടെടുപ്പ അവൻ നമുക്ക് നൽകിയിരിക്കുന്നതെന്നും. ഈ സൃഷ്ടിയോട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ദൈവം നമുക്ക് വേണ്ടി ചെയ്ത 2 കാര്യം, ഒന്ന് നമ്മളെ സൃഷ്ടിച്ചു, രണ്ടാമത് നഷ്ടപ്പെട്ടു പോയ നമ്മളെ വീണ്ടെടുത്തു, മറുവില കൊടുത്ത് അവൻ വീണ്ടെടുത്തു എന്നുള്ളത് എത്രമാത്രം ദൈവത്തിന്റെ ഒരു സ്നേഹത്തിന്റെ പ്രദർശനമാണെന്നും നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന ഒരു അനുഭവമാണെന്നും, അവന്റെ സ്നേഹത്തിന് മുന്നിൽ എല്ലാ വായും അടഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വായിക്കുക, ഈ പ്രശംസ എവിടെ പോയി? ഇനി എന്തോ ഇതിൽ പ്രശംസിക്കാനുള്ളേ? ഒരു നിലയിലും ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാത്ത എന്നെ കർത്താവെ, നീ എന്നെ വീണ്ടെടുത്തു, ഇനി പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല, പ്രശംസയെല്ലാം പോയി. അത് വിശ്വാസമാർഗത്താൽ കൃപയാൽ ലഭിച്ച ഒരു വീണ്ടെടുപ്പായതുകൊണ്ട് അത് പോയി എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ ആ പദങ്ങളൊക്കെ കർത്താവിന്റെ ദാസൻ അത് വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പല പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചത്. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നീതി വെളിപ്പെടുത്തുവാനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനുമാണ്
ഇപ്രകാരം ചെയ്തത്. ഞാനത് കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വമ്പ് പറച്ചില്ലേ ഇവിടെ, അതിന് സ്ഥാനമില്ലാതായിരിക്കുന്നു. എന്തടിസ്ഥാനത്തിൽ? നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലോ അല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ 28-ാം വാക്യം വായിക്കുന്നത്, എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ദൈവം യഹൂദരുടെ മാത്രമാണോ? വിജാതീയരുടേതുമല്ലയോ? അതെ, അവിടുന്ന് വിജാതീയരുടെയും ദൈവമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്തിൽ നീതീകരിക്കും. ഓരോരുത്തരും ഈ കാൽവരി ക്രൂശിൽ തങ്ങൾക്ക് പകരമായി തീർന്ന ആ പാപപരിഹാര യാഗമായി തീർന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം മുഖാന്തരം, ഓരോരുത്തരുടെയും വിശ്വാസം മുഖാന്തരം, അല്ല ജനറലായിട്ട് എല്ലാവർക്കും ആവശ്യപ്പെടാതെ കിട്ടുന്ന ഒരു കാര്യമല്ല, ഓരോരുത്തരുടെയും വിശ്വാസം മുഖാന്തരം ദൈവം അവരെ നീതീകരിക്കും. ആകയാൽ നാം നിയമത്തെ വിശ്വാസത്താൽ അസാധുവാക്കുകയാണ്, ഒരിക്കലുമല്ല നിയമത്തെ ഉറപ്പിക്കുക അത്രയും ചെയ്യുന്നത്. അതിനെപ്പറ്റിയൊക്കെ ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഈ പ്രവൃത്തി മുഖാന്തരമല്ല, ദൈവത്തിൽ വിശ്വാസത്താലാണ് ആത്യന്തികമായി നീതീകരിക്കപ്പെടുന്നത് എന്ന് ഉള്ളത് കൊണ്ട് ദൈവം അബ്രഹാമിനോടും മോശയോടും ഇസ്രായേൽ മക്കളോടും ചെയ്തിട്ടുള്ള തൻ്റെ വാഗ്ദത്തങ്ങളെ അത് ഉറപ്പിക്കുന്ന ഒരു അനുഭവമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ് നമുക്ക് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ വാക്കുകൾ യേശുക്രിസ്തുവിലൂടെ ഈ സൗജന്യമായ രക്ഷ പ്രാപിക്കുന്നതിലൂടെ അത് സകല ജാതികൾക്കും, ലോകത്തിലുള്ള സകല ജാതികൾക്കും അത് ലഭിക്കുന്നു. യഹൂദന്മാർക്ക് മാത്രമല്ല, സകലർക്കും, വിശ്വസിക്കുന്ന ഏവരും. അതുകൊണ്ട് ആ പ്രത്യാശയിലേക്ക്, പണ്ട് ദൈവമുണ്ട്, സ്വർഗത്തിൽ പോകണം എന്നൊക്കെ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ഇന്നിതാ എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ഹൃദയത്തിൽ എൻ്റെ യേശുവേ, ഇതുവരെ എൻ്റെ കർമ്മം കൊണ്ടും മതം കൊണ്ടും മതഭക്തി കൊണ്ടും രക്ഷിക്കപ്പെടാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ കർത്താവേ, എനിക്ക് വേണ്ടി നീ ഓൾറെഡി കർത്താവെ ഒരു വില കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി കൊടുക്കപ്പെട്ട ആ വില വേസ്റ്റായിട്ട് പോകാതെ, വൃഥാവായിട്ട് പോകാതെ എൻ്റെ ഹൃദയം ഞാൻ ഉയർത്തുന്നു. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി നീ കാൽവരി ക്രൂശിൽ പെടഞ്ഞു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മുഖാന്തരം ഞാൻ ഈ വിശ്വസിക്കുന്ന നിമിഷം തന്നെ ദൈവമകനായി തീരും, ദൈവപൈതലായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അപ്പച്ച, ഇനി ഒരിക്കലും പാപത്തെ സ്നേഹിച്ച് മുന്നോട്ട് ജീവിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇടയാകരുതേ എന്ന് പറഞ്ഞ് ഈ പകൽക്കാലം ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ കർത്താവിനെ സ്വീകരിക്കാത്ത അവരായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായ രക്ഷ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സ്വയം മറുവിലയായി തീർന്ന ഈ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നെങ്കിൽ, ഇന്ന് വരെ ക്രിസ്ത്യാനിയാണ്, ഒരു മതഭക്തി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതിലുപരിയായിട്ട് ഈ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു സംസർഗം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും, ബന്ധം അനുഭവിക്കാനിടയായിത്തീരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവിലൂടെ ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവത്തിൽ ഇടയായിട്ട് തീരും. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവമക്കളായി തീരും എന്ന് നിങ്ങളെ ഓർപ്പിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ